ഫെഡറൽ ബാങ്കിൻ്റെ എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡായിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യുക, ആർക്കൊക്കെയാണ് ഈ കാർഡിന് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. 21 വയസ്സ് മുതലുള്ള ആൾക്കാർക്കാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. മെയിൻലി ഇൻകം റിക്വയർമെൻറ്റിൻ്റെ കേസ് പറയുന്നത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ സെൽഫ് എംപ്ലോയിഡും സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കാർഡ് അപ്രൂവ് ആവുന്നുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റിയൊക്കെ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ പോളിസി പ്രകാരമാണ്. നമ്മുടെ അക്കൗണ്ടൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് തന്നെ ഈ കാർഡ് വരുന്നതായിരിക്കും. ഫെഡറൽ ബാങ്കിൻ്റെ സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ വെൽക്കം വൗച്ചർ നമുക്ക് നോക്കാം. ആമസോൺ പേയുടെ വെൽക്കം വൗച്ചറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ കാർഡ് എടുത്തതിന് ശേഷം 3000 രൂപ ഒരു മാസത്തുള്ള സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 200 രൂപ വെർത്തായിട്ടുള്ള വൗച്ചറാണ് നമുക്ക് ആമസോൺ പേയുടെ കിട്ടുന്നത്. സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. 3:1 റിവാർഡ് റേഷ്യോയിലാണ് ഈ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 3x റിവാർഡ് പോയിന്റ്സ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് അപ്പാരൽ പർച്ചേസിന് നമുക്ക് കിട്ടുന്നത്. അപ്പാരൽ കാറ്റഗറി എന്ന് വെച്ചാൽ നമുക്ക് ക്ലോത്ത് ഒക്കെ ബൈ ചെയ്യണ കേസിലൊക്കെ നമുക്ക് 3x റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത്. 2x റിവാർഡ് പോയിന്റ്സ് നമുക്ക് എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ കിട്ടുന്നത്. 1x റിവാർഡ് പോയിന്റ്സ് ആണ് ബാക്കിയുള്ള അതർ സ്പെൻഡിനൊക്കെ നമുക്ക് കിട്ടുന്നത്. ഒരു റിവാർഡ് പോയിന്റ് വാല്യൂ വരുന്നത് 25 പൈസയാണ്. ഫെഡറൽ ബാങ്കിന്റെ സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡിന് നമുക്ക് ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വാർട്ടർലി നമുക്ക് ഒരു ലൗഞ്ച് ആക്സസ് ആണ് കിട്ടുന്നത്. ഇയർലി നമുക്ക് 4 വരുന്നത്. ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇന്റർനാഷണൽ ലൗഞ്ച് ആക്സസ് ഈ കാർഡിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫെഡറൽ ബാങ്കിന്റെ സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഡൈനിങ് ഓഫറും കൂടി വരുന്നുണ്ട്. അപ് ടു 50% ഓഫ് വരെയാണ് നമുക്ക് ഈ കാർഡിൽ കിട്ടുന്നത്. ഫെഡറൽ ബാങ്കിന്റെ സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ബോഗോ ഓഫർ വരുന്നുണ്ട്. ബൈ 1 ഗെറ്റ് 1 മൂവി ഓഫറാണ് വരുന്നത്. നമുക്ക് ഐനോക്സിലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ക്വാർട്ടർലി ഒരു പ്രാവശ്യമാണ് ഈ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റുക. ഇയർലി നമുക്ക് 4 വട്ടമാണ് ഈ ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് പറ്റുക. കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് സ്വിഗ്ഗിയുടെ വൗച്ചർ കിട്ടുന്നുണ്ട്. ക്വാർട്ടർലി നമ്മൾ 20,000 രൂപയ്ക്ക് മേലെ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് ഈ വൗച്ചർ കിട്ടുന്നത്. സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് വരുന്ന ഇൻഷുറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് വരുന്നുണ്ട്. 2 ലക്ഷം രൂപയുടെ കവറേജ് ആണ് വരുന്നത്. 0 ലോസ് കാർഡ് ലൈബിലിറ്റിയും ഈ കാർഡിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാർഡിന്റെ ഫീസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡ് വരുന്നത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ്. ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ ഒന്നും ഈ കാർഡിന് മേടിക്കുന്നില്ല. ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റ് കാർഡ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി നോക്കുക. ഞാനൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ഇമ്പീരിയർ ക്രെഡിറ്റ് കാർഡ് ഒക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അതിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണാനായിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.